അസ്സലാമു അലൈക്കും. വേൾഡ് ബുക്കിലേക്ക് സ്വാഗതം. മുമ്പ് നമ്മൾ പേർഷ്യയിൽ നിന്ന് ദൈവമാർഗം തേടി യസ്രിബിലെത്തിയ ഒരു സൽമാൻ എന്ന വ്യക്തിയെ കണ്ടിരുന്നു. ഓർക്കുന്നുണ്ടോ? തീരെ ഓർമ്മയില്ലാത്തവർ ഈ പരമ്പരയുടെ 75-76 ഭാഗങ്ങൾ കേൾക്കുന്നത് നന്നായിരിക്കും. തൻ്റെ ആത്മീയ യാത്രയ്ക്കിടയിൽ കണ്ടുമുട്ടിയ ഒരു ഗുരുവര്യൻ ആഗതനാവാനിരിക്കുന്ന ഒരു പ്രവാചകനെക്കുറിച്ച് സൽമാൻ അവർക്ക് വിവരം നൽകുകയും ആ പ്രവാചകനെ തിരിച്ചറിയാനുള്ള അടയാളങ്ങൾ അദ്ദേഹത്തിന് വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. അവിടുന്ന് ദാനം കിട്ടിയത് ഭക്ഷിക്കില്ല, എന്നാൽ സമ്മാനം കിട്ടുകയാണെങ്കിൽ സ്വീകരിക്കും. അവിടുന്നിൻ്റെ 2 ചുമലുകൾക്കിടയിൽ പ്രവാചകത്വ മുദ്രയുണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുബായിൽ എത്തിയപ്പോൾ തന്നെ ഇതറിഞ്ഞ സൽമാൻ അവർകൾ അവിടുന്നിനെ സന്ദർശിക്കുകയും ദാനമായി ഭക്ഷണം നൽകി പരിശോധിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അവിടുന്നത് വാങ്ങി സ്വന്തം ഭക്ഷിക്കാതെ അനുചരന്മാർക്ക് നൽകുകയായിരുന്നു. ഒന്നാമത്തെ അടയാളം ഒത്തുവന്നുവെന്ന് മനസ്സിലാക്കിയ സൽമാൻ അവർകൾ ബാക്കി 2 അടയാളങ്ങൾ പരിശോധിക്കാനുള്ള അവസരവും കൈവരുമെന്ന പ്രതീക്ഷയിൽ അന്ന് മടങ്ങുകയായിരുന്നുവല്ലോ. അദ്ദേഹത്തിൻ്റെ ആ 2ാം അവസരം വന്നിരിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ താമസമുറപ്പിച്ച ഈ വേളയിലാണ്. കുറച്ച് ഭക്ഷണവുമായി തന്നെയാണ് സൽമാൻ അവർകൾ ഇത്തവണയും അവിടുന്നിൻ്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നത്. ഞാൻ അന്ന് അങ്ങേക്ക് സ്വതക്ക തന്നപ്പോൾ അങ്ങത് കഴിച്ചില്ല, എന്നാൽ ഇത് എൻ്റെ സമ്മാനമാണ്. ഇത് നൽകി ഞാൻ അങ്ങയെ ആദരിക്കുന്നു. ഇത്തവണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് വാങ്ങി കഴിക്കുകയുണ്ടായി, കൂടെ സ്വഹാബികളും. അങ്ങനെ വേദപണ്ഡിതൻ മൊഴിഞ്ഞ 2ാമത്തെ അടയാളവും ശരിയായി വന്നിരിക്കുന്നു. ഹദിയ നൽകിയപ്പോൾ അവിടുന്ന് ഭക്ഷിച്ചു. ഇനി ഒരു അടയാളം കൂടി കാണാനുണ്ട്. അത് അവിടുന്നിൻ്റെ 2 ചുമലുകൾക്കിടയിലുള്ള പ്രവാചകത്വ മുദ്രയാണ്. അതിനുള്ള അവസരവും കണ്ടെത്താം എന്ന കണക്കുകൂട്ടലിൽ സൽമാൻ എന്നവർ വീണ്ടും തൻ്റെ യജമാനൻ്റെ സ്ഥലത്തേക്കു തന്നെ മടങ്ങി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയുടെ പണി നടന്നുകൊണ്ടിരിക്കുന്ന മാസങ്ങളിൽ വിശ്വാസി സമൂഹത്തിന് ഒരു കനത്ത നഷ്ടം സഹിക്കേണ്ടി വന്നു. അസ്അദ് ബിൻ സുറാറ റളിയല്ലാഹു അൻഹുവിൻ്റെ വിടവാങ്ങലായിരുന്നു അത്. യസ്രിബിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആദ്യം അനുസരണ പ്രതിജ്ഞ ചെയ്തത് മഹാനവർകളാണ്. മതപ്രബോധനത്തിനായി മക്കയിൽ നിന്ന് യസ്രിബിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിയോഗിച്ചിരുന്ന മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിന് ആതിഥ്യമൊരുക്കിയതും അസ്അദ് ബിൻ സുറാറ റളിയല്ലാഹു അൻഹു തന്നെയാണ്. 2 അഖബ ഉടമ്പടികൾക്കിടയിലെ കാലയളവിൽ മുസ്അബ് റളിയല്ലാഹു അൻഹുവിനൊപ്പം ആത്മാർത്ഥമായി തന്നെ അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. ഈ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ജൂതന്മാരും കപടവിശ്വാസികളായ അറബികളും എന്നെക്കുറിച്ച് ഇപ്പോൾ പറയുന്നു, അവൻ ഒരു പ്രവാചകനായിരുന്നുവെങ്കിൽ അവൻ്റെ കൂട്ടുകാരൻ മരിക്കുമായിരുന്നില്ല എന്ന്. എന്നാൽ ദൈവേച്ഛയ്ക്കെതിരായി അദ്ദേഹത്തിന് വേണ്ടിയോ എനിക്കു തന്നെ വേണ്ടിയോ എന്തെങ്കിലും ചെയ്യാൻ എനിക്ക് കഴിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അസ്അദ് റളിയല്ലാഹു അൻഹുവിൻ്റെ മറമാടൽ ചടങ്ങിനായി ബഖീ ഖബർസ്ഥാനിലായിരിക്കെയാണ് അവിടുന്നിനെ തേടിക്കൊണ്ടുള്ള സൽമാൻ അവറുകളുടെ 3ാമത്തെ വരവ്. അവിടുന്ന് അപ്പോൾ 2 പുതപ്പുകൾ ധരിച്ച് അനുചരന്മാരോടൊപ്പം ഇരിക്കുകയാണ്. അവിടുന്നിനടുക്കൽ ചെന്ന് അഭിവാദ്യമർപ്പിച്ച സൽമാൻ അവർകൾ അവിടുന്നിൻ്റെ ചുമലുകൾക്കിടയിലെ പ്രവാചകത്വ മുദ്ര തെരഞ്ഞ് അവിടുന്നിന് ചുറ്റും നടന്നു. അദ്ദേഹത്തിൻ്റെ ഈ പ്രവൃത്തി ശ്രദ്ധയിൽപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിൻ്റെ മനസ്സ് വായിച്ചിട്ടെന്ന വണ്ണം തൻ്റെ മുതുകിൽ നിന്ന് പുതപ്പ് നീക്കിക്കൊടുത്തു. അപ്പോൾ സൽമാൻ എന്നവർക്ക് അവിടുന്നിൻ്റെ പ്രവാചകത്വ മുദ്ര ദർശിക്കാൻ കഴിഞ്ഞു. ഉടനെ അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുശരീരത്തിലേക്ക് കുനിഞ്ഞ് അവിടുന്നിനെ ചുംബിച്ചു. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ നിന്ന് അശ്രുകണങ്ങൾ ധാരധാരയായി ഒഴുകി. ആ സമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോടൽപ്പം മാറി നിൽക്കാൻ പറഞ്ഞു.
അങ്ങനെ മാറി നിന്ന ശേഷം അദ്ദേഹം തൻ്റെ സംഭവബഹുലമായ സത്യാന്വേഷണത്തിൻ്റെ ജീവിതകഥ വിവരിച്ചു കൊടുത്തു. തൻ്റെ അനുചരന്മാരെയും അത് കേൾപ്പിക്കുന്നതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം താൽപ്പര്യമെടുത്തു. അങ്ങനെ സൽമാൻ അവർകൾ അവിടെ വെച്ച് ഇസ്ലാം സ്വീകരിക്കുകയുണ്ടായി. റളിയല്ലാഹു അൻഹു. ഇദ്ദേഹമാണ് പിൽക്കാലത്ത് സൽമാനുൽ ഫാരിസി അഥവാ പേർഷ്യക്കാരനായ സൽമാൻ എന്ന പേരിൽ വിശ്രുതനായത്. റളിയല്ലാഹു അൻഹു. എന്നാൽ ബനൂ ഖുറൈള ജൂതഗോത്രക്കാരൻ്റെ അടിമയായ അദ്ദേഹത്തിന് ഭാരിച്ച ജോലി കാരണം അപൂർവമായി പ്രവാചക സമൂഹവുമായി ബന്ധപ്പെടാൻ കഴിയുമായിരുന്നുള്ളൂ. 4 വർഷത്തോളം ഇതുതന്നെയായിരുന്നു സ്ഥിതി. അപ്പോൾ എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണമെന്ന അഭ്യർത്ഥനയോടെ അസ്സലാമു അലൈക്കും.